സ്നേഹനന്ദങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മധ്യപൗരസ്ത്യ ദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ, യുദ്ധം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ നമ്മുടെ ഭാരതത്തിൽ വരെ എത്തി. യുദ്ധം കാര്യമായി നടക്കുകയാണ്. യുദ്ധമങ്ങ് ദൂരെയല്ലേ, നമുക്കെന്ത് എന്ന് ചോദിച്ചവർ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ ഷോർട്ടേജ് മാത്രമല്ല നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മുടെ പ്രിയമുള്ളവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, അവരുടെ യാത്രാ ക്രമീകരണങ്ങൾ ഒക്കെ പിഴച്ചിരിക്കുന്നു. അത്യാവശ്യം നാട്ടിൽ വരേണ്ടവരൊക്കെ ശരിക്കും കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയാം. ഗൾഫിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകേണ്ടവർ, അവരുടെയും യാത്ര മുടങ്ങിയിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ കെടുതികൾ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. ഞങ്ങൾ പാർക്കുന്ന ബോംബെയിൽ ഞങ്ങളുടെ ചുറ്റും പല ഹോട്ടലുകളും പൂട്ടിയിരിക്കുന്നു. കാരണം കൊമേഴ്ഷ്യൽ ഗ്യാസ് സപ്ലൈ ആണ് ആദ്യമായിട്ട് പ്രതിരോധം നേരിട്ടത്. അതുകൊണ്ട് ഗ്യാസിൻ്റെ ലഭ്യതയില്ലാത്തത് കൊണ്ട് ഈ ഹോട്ടലുകളൊക്കെ പൂട്ടുവാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ കെടുതി നമ്മളും അനുഭവിക്കുന്നു. രസകരമായിട്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്, ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയായിരുന്നു. ഫേക്ക് ന്യൂസാണ് കേട്ടോ. ബെഞ്ചമിൻ നെതന്യാഹു പൊടിയൊക്കെ പറ്റി രക്തമൊക്കെ വാർന്നു കിടക്കുന്ന ഒരു ചിത്രം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു. അത് AI വഴി ഉണ്ടാക്കിയ ചിത്രമാണെന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും AI കൊണ്ടെങ്കിലും നെതന്യാഹുവിനെ കൊല്ലുവാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷിച്ചവർ അവർ കുറച്ച് ദിവസം സന്തോഷിച്ചു. പിന്നെ ആ വാർത്തയ്ക്ക് ന്യായീകരണമായി പറഞ്ഞത്, കുറച്ച് നാളായി നെതന്യാഹുവിനെ കാണാനില്ല, എവിടെയോ മറഞ്ഞിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. ശരിക്കും യുദ്ധമല്ലേ? യുദ്ധത്തിന് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ പുറത്ത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. നെതന്യാഹുവും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വീഡിയോ, അതായത് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു വീഡിയോ, അതിനകത്ത് നെതന്യാഹുവിൻ്റെ വീഡിയോ ആണ്. അതിനകത്ത് നെതന്യാഹുവിന് 6 വിരലുകളുണ്ട് എന്ന് ആളുകൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് 5 വിരലല്ലാതുള്ളൂ. പിന്നെ ഈ 6 വിരലുള്ള നെതന്യാഹു ഏതാണ് എന്ന ചോദ്യമുണ്ടായി. അപ്പോൾ അത് വലിയ പ്രശ്നമായി. അതിൻ്റെ അർത്ഥം നെതന്യാഹു അല്ല ആ വീഡിയോയിൽ വന്നത്. ഒന്നുകിൽ നെതന്യാഹുവിൻ്റെ ലുക്ക് അലൈക്ക്, അദ്ദേഹത്തെ പോലെ ഇരിക്കുന്ന ആരോ ഒരാളെയാണ് ഇസ്രായേൽ വീഡിയോയിൽ കാണിച്ചത്. അതുകൊണ്ട് നെതന്യാഹു മരിച്ചെന്ന് ഉറപ്പാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളൊക്കെയാണ് ഇത് കൂടുതൽ പ്രചരിപ്പിച്ചത്. ഖമേനിയെ കൊന്നതിന് തിരിച്ച് പ്രതികാരം വീട്ടി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. എന്താണെങ്കിലും ഇസ്രായേലല്ലേ, നെതന്യാഹു അല്ലേ, അവർ ഒട്ടും വിട്ടുകൊടുക്കുന്ന ആളുകളല്ലല്ലോ. അടുത്ത ദിവസം തന്നെ നെതന്യാഹു ഒരു കോഫി കപ്പൊക്കെ പിടിച്ചുകൊണ്ട് വീഡിയോയുടെ മുമ്പിൽ വന്നു. ഐ ആം ഡൈയിങ് ഫോർ എ കോഫി. കോഫി കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ മരിച്ചു പോകും എന്നൊരു കമൻറ്റൊക്കെ കൊണ്ടാണ് വന്നത്. ഞാൻ ചത്തിട്ടില്ലടേ എന്ന് പറയുന്നതിന് തുല്യം. എന്നിട്ട് 2 കൈയും പൊക്കി കാണിച്ചു. 5 വിരൽ എനിക്കുണ്ട് എന്ന് കാണിച്ചു. ഇതേ ഞാൻ, 5 വിരലുള്ള ഞാൻ എന്ന് കാണിച്ചു. 6 വിരൽ ഉള്ളത് ആ വീഡിയോയുടെ എന്തോ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്, ക്യാമറയിൽ റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണെന്നൊക്കെയാണ് ഇപ്പോൾ എക്സ്പ്ലനേഷൻ വരുന്നത്. എന്താണെങ്കിലും കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത വീഡിയോയിലൂടെ പുറത്തു വന്നു. ഇങ്ങനെ രസകരമായ വാർത്തകൾ യുദ്ധവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒരിക്കലും രസകരമല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയുകയും ഇല്ല. സമാധാനമുണ്ടാകണമെന്ന് ഇന്ന് രാവിലെയും ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് രാവിലത്തെ പ്രേയറിൽ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. കാരണം ലോകസമാധാനം ഉണ്ടാകണം, സഭഭൂമിയിലുള്ളിടത്തോളം ഇവിടെ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ പറയുന്നതിന് കാരണം, ഈ ഭൂമിയിൽ നിന്ന് സഭ മാറ്റപ്പെട്ടാൽ അതിനുശേഷം മാത്രമേ 3-ാം ലോകമഹായുദ്ധം നടക്കത്തുള്ളൂ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രകാശനമനുസരിച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എസെക്കിയേൽ 37, 38, 39 അധ്യായങ്ങളാണ് 3 ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകുന്ന അധ്യായങ്ങൾ. അതിലാദ്യത്തെ 2 യുദ്ധങ്ങൾ നടക്കുകയും ആ യുദ്ധങ്ങൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ രാഷ്ട്രം സ്ഥാപിക്കപ്പെടും എന്നുള്ള വേദപുസ്തക പ്രവചനം നിവർത്തിക്കപ്പെടുകയും ചെയ്തെങ്കിൽ 3-ാം ലോകമഹായുദ്ധം നടക്കുന്നത് സഭ മാറ്റപ്പെട്ടതിന് ശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ 3-ാം ലോകമഹായുദ്ധം, ഇപ്പോൾ ഈ യുദ്ധം അങ്ങനെ നടക്കുകയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു തുടക്കം, ഒരു പ്രധാന കാരണമായിട്ട് ഈ സംഭവ വികാസങ്ങൾ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ സഭയുടെ ഉൽപ്രാപണം, സഭയുടെ എടുക്കപ്പെടൽ വളരെ അടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. കാലങ്ങൾ ഇനി അധികമില്ല, വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ കാഹളം കേൾക്കും, നാം എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു
സത്യമാണ്. വേദപുസ്തക പ്രവചനങ്ങൾ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ വളരെ ശക്തിമത്തായിട്ടുള്ള പ്രവചനങ്ങളാണ്. 1-2 പ്രവചന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു വാക്യം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. യിരെമ്യാവ് കാണുന്ന രണ്ടാമത്തെ ദർശനം, ഒരു ശുശ്രൂഷ പ്രാപിച്ച ശേഷം കാണുന്ന രണ്ടാമത്തെ ദർശനം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സകല ദേശനിവാസികൾക്കും അനർത്ഥം വരുമെന്നാണ് അടുത്ത വാചകത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത്, ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെയൊക്കെയും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വന്ന് ഓരോരുത്തൻ താൻ്റെ സിംഹാസനം യെരൂശലേമിൻ്റെ പടിവാതിലുകളുടെ പ്രവേശനത്തിങ്കൽ ചുറ്റും അതിൻ്റെ എല്ലാ മതിലുകൾക്ക് നേരെ യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്ക് നേരെയും വെക്കും. ഈ ഇസ്രായേലിനെതിരെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ധ്രുവീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി നെബൂഖദ്നേസർ രാജാവ് വന്ന് വടക്ക് നിന്നുള്ള ഒരു ശത്രു വന്ന് ഇസ്രായേലിനെ കീഴടക്കിയ കഥകളൊക്കെ നമുക്ക് വേദോസത്തിൽ നിന്നറിയാം. പക്ഷേ ഈ പ്രവചനത്തിൻ്റെ ഒരു പൂർണ്ണമായ നിവൃത്തീകരണം ഇനിയും മുൻപോട്ടുണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ലോകരാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിനെതിരായി തിരിയുമെന്നുള്ള ഈ പ്രവചനം, അത് സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഉറപ്പിച്ചു തരുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം അന്ത്യകാലത്ത് ഇതൊക്കെ പിന്നെയും സംഭവിക്കും. എന്താണെങ്കിലും ഈ വാക്യം എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരു ബോയിലിംഗ് പോട്ട്, ഒരു തിളയ്ക്കുന്ന കലം. മിഡിൽ ഈസ്റ്റ് ഇന്ന് ശരിക്കും ഒരു തിളയ്ക്കുന്ന കലമാണ്. യെഹെസ്കേൽ പ്രവാചകനും 24-ാം അധ്യായത്തിൽ ഒരു തിളയ്ക്കുന്ന കലത്തെക്കുറിച്ച് ഒരു ദർശനം കണ്ടു. ആ തിളയ്ക്കുന്ന കലത്തിൽ മാംസ തുണ്ടുകൾ ഇടുകയാണ്. ആ മാംസത്തുണ്ടുകൾ വെന്ത് തിളയ്ക്കുകയാണ്. വലിയ ഒരു ന്യായവിധിയെക്കുറിച്ച്, യുദ്ധസമാനമാകുന്ന അവസ്ഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ തമ്മിൽ പോരടിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ഈ തിളയ്ക്കുന്ന കലം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ശരിക്കും ഒരു ബോയിലിംഗ് പോട്ടായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ ശരിക്കും ഒരു പ്രശ്നബാധിത പ്രദേശമായി മാറിയിരിക്കുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലും മിഡിൽ ഈസ്റ്റും ഒരു തിളയ്ക്കുന്ന കലമായി മാറിയിരിക്കുന്നു എന്ന ഈ വേദപുസ്തക പ്രവചനമൊക്കെ നിവർത്തിക്കപ്പെടുകയാണ്. സെഖര്യാവ് 12-ലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അവിടെ പറയുന്നത്, യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഒരു വെസൽ അല്ലെങ്കിൽ ഒരു പോട്ട്, അവിടെയും ഒരു കലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ജെറമ്യാവ് കണ്ട അതേ ബോയിലിംഗ് പോട്ട്, യെഹെസ്കേൽ 24 കണ്ട അതേ ബോയിലിംഗ് പോട്ട് ഇപ്പോൾ നമ്മളിവിടെ സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ കാണുകയാണ്. ഒരു പരിഭ്രമപാത്രമായി തീർന്നിരിക്കുന്ന ജെറുസലേമിൻ്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. അടുത്ത വാക്യം, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അന്നാളിൽ ഞാൻ കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും. യഹൂദ ഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏതു കുതിരയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളായിട്ട് പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഈ സെഖര്യാവ് 12-ലാണ് യഹൂദന്മാർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്നുള്ള ഭാഗം വരുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദൻ മശീഹയെ സ്വീകരിക്കുന്ന, അനുദപിക്കുന്ന ഒരു കാലമുണ്ട്. അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സകല ജാതികൾക്കും പരിഭ്രമമായി ഒരു ബോയിലിംഗ് പോട്ടായി ഇസ്രായേൽ അല്ലെങ്കിൽ ജെറുസലേം മാറുന്നു. സകല ജാതികൾക്കും യെരൂശലേം ഒരു ഭാരമുള്ള കല്ലായിട്ട് മാറുന്നു. യെരൂശലേമിനെ നിരോധിക്കുവാൻ, യഹൂദയെ നിരോധിക്കുവാൻ രാജ്യങ്ങൾ അവൻ്റെ ചുറ്റും കൂടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുതിരയെയും അതിന്മേൽ കയറിയവനെയും സ്തംഭനം കൊണ്ടും ഭ്രാന്ത് കൊണ്ടും ബാധിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്, ഇസ്രായേലിനെതിരായിട്ട് വരുന്ന രാഷ്ട്രങ്ങളൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരിക്കും വരുന്നത്. ഈ വിവേകമൊക്കെ നശിച്ചിട്ട് ലോകത്തിൻ്റെ ഭാവി എന്താ, ഒരു യുദ്ധമുണ്ടായാൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ എല്ലാ രാഷ്ട്രങ്ങളും മറന്നിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ. ഇപ്പോൾ നമ്മുടെ നോർത്ത് കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ പറഞ്ഞില്ലേ, ഒരവസരം കിട്ടിയാൽ പുള്ളി ആയുധം പോലും ഉപയോഗിക്കുന്നു. അണുവായുധം പുള്ളിയുടെ കയ്യിൽ ഉണ്ടോയെന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ അങ്ങ് പ്രഖ്യാപിക്കുക, ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രഖ്യാപിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കുറേ ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യത ഈ പറയുന്ന സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് 3-ാം ലോക മഹായുദ്ധമാണ് കേട്ടോ. പക്ഷേ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ അതിൻ്റെ നാന്ദി കുറിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഒരു കാര്യം ഉറപ്പാക്കാം, എന്തായാലും വേദപുസ്തക പ്രവചനങ്ങളൊക്കെ നിവർത്തിക്കപ്പെടാനുള്ള സമയം വളരെ വേഗത്തിൽ അടുത്തുകൊണ്ട് ഇരിക്കുന്നു. സഭയുടെ മാറ്റപ്പെടൽ, സഭയുടെ എടുക്കപ്പെടൽ അടുത്ത പ്രധാന സംഭവമാണെന്ന് നമ്മളൊക്കെ എക്സ്പെക്റ്റ്
ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.